പേര് മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ശ്രീജ എന്നാണ്. സ്ഥലം വാണിമേലാണ്, പുതുക്കയം, നാദാപുരം കല്ലാച്ചി വാണിമേൽ പുതുക്കയം എന്ന് പറയുന്ന ഒരു മലയോര പ്രദേശത്താണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ബിസിനസിന്റെ വലിപ്പം കണ്ടിട്ടോ ഇതില്ല 2,10,000 കണ്ടിട്ടോ ഒന്നും ബിസിനസ്സിലേക്ക് വന്ന ഒരാളല്ല. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു സ്വപ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാന് ടൈലറിംഗ് ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. എന്റെ വീടിനടുത്തുള്ള ഒരു ചന്ദ്രേട്ടൻ, അദ്ദേഹത്തിന്റെ വീട്ടിലൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് അദ്ദേഹം പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്റെ വീട്ടിലൊരു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ഉണ്ട്, ഒന്ന് വരണം എന്നാണ് പറഞ്ഞത്. അപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയ സമയത്ത് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ എന്നെ മുൻകൂട്ടി അറിയിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ കുറച്ച് തൊട്ട് മുന്നേ ജസ്റ്റ് ഒന്ന് കണ്ട സമയത്ത് വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. മുന്നേ കാണാത്ത കുറെ പ്രൊഡക്റ്റുകൾ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഒരാള് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം പ്രൊഡക്റ്റ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ട്. ഞാൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഒരു പേസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഓൺ ആൻഡ് ഓണിന്റെ ഹെർബൽ ടൂത്ത് പേസ്റ്റ്. അപ്പൊ ഞാനൊക്കും ആ ഒരു കാര്യം സംസാരിക്കുമ്പോഴാണ് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത്. കാരണം ഞാൻ എല്ലാ ബ്രാൻഡിലും വരുന്ന പ്രൊഡക്റ്റുകളൊക്കെ കോൾഗേറ്റ്, ക്ലോസപ്പ് പോലെയുള്ള എന്നാലും വലിയൊരു വിലയില്ലാത്ത പ്രൊഡക്റ്റുകളാണ് വാങ്ങി ഉപയോഗിക്കാറുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ് നമ്മൾ സാധാരണ കാണുന്ന പേസ്റ്റുകളിലൊക്കെ വാണിംഗ് ഉണ്ടാവുന്ന കാര്യം. കാരണം ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ചെറിയ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ മുതിർന്ന ആളുകൾ എടുത്ത് നിൽക്കണം, ഒരു കാരണവശാലും ഉള്ളിൽ പോവാൻ പാടില്ല, അഥവാ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ കാണിക്കണം എന്നൊക്കെ അതില് വാണിംഗ് എഴുതി വെച്ചിട്ടുള്ള പേസ്റ്റുകളാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹം പരിചയപ്പെടുന്ന ഓൺ ആൻഡ് ഓണിന്റെ ഹെർബൽ ടൂത്ത് പേസ്റ്റില് യാതൊരുവിധ വാണിംഗുമില്ല. വേപ്പ്, ഗ്രാമ്പു, ഇരട്ടി മധുരം, നല്ല ഇനം കക്കകളൊക്കെയാണ് ഒരു പേസ്റ്റ് വരുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ സമയത്ത്, അതുപോലെ അതിന്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് പല്ലുവേദന, മോണവഴുപ്പ്, രക്തം വരുന്ന പ്രശ്നം, കറ, വാഴനറ്റം പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ആ ഒരു പേസ്റ്റ് തേക്കുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്നില്ല. ഇനി നിലവിലുണ്ടെങ്കിൽ മാറിക്കിട്ടും എന്നൊക്കെ പറഞ്ഞ സമയത്ത് എന്റെ മോന് ഇടയ്ക്കിടയ്ക്കൊരു മോണപഴുപ്പിന്റെ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ടായിരുന്നു. അപ്പൊ മോണയുടെ ഉള്ളിൽ പഴുപ്പ് വരും. അത് വരുമ്പോ ഭയങ്കര വേദനയായിരിക്കും, ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അടുത്തുള്ള ഒരു ഹെൽത്ത് സെന്ററിൽ കാണിക്കും. കുറച്ച് ദിവസം ഗുളിക കഴിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും വരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹം പറഞ്ഞ സമയത്ത് ഞാൻ ആലോചിച്ചു, എന്റെ മോന് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ഈ ഒരു പേസ്റ്റ് തേച്ച് നോക്കിയാലോ. അങ്ങനെ അവിടുന്ന് ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് എല്ലാവരും ഓരോ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഞാനും വിചാരിച്ചു എന്തെങ്കിലും എന്തായാലും വാങ്ങണം, എല്ലാവരും വാങ്ങിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്ത പേസ്റ്റ് വാങ്ങിക്കുന്നത്. അപ്പൊ അത്രയും വിലയുള്ള ഒരു പേസ്റ്റ് ഒന്നും ഞാൻ സാധാരണ വാങ്ങി ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല മുന്നേ. അപ്പൊ ഹസ്ബൻഡ് ഗൾഫിലാണ്, നാട്ടിൽ വന്ന ഈ ഒരു സമയത്താണ് ഈ ഒരു പ്രോഗ്രാം ഞാൻ പങ്കെടുക്കുന്നത്. അപ്പൊ അദ്ദേഹം ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന പേസ്റ്റ് ഒക്കെ ഉപയോഗിക്കും എന്നല്ലാതെ പുറത്തുനിന്ന് ഞാൻ വലിയൊരു പേസ്റ്റ് അങ്ങനെയൊന്നും വാങ്ങാറുണ്ടായിരുന്നില്ല. ചെറിയ ഒരു 10-20 രൂപയുടെ പേസ്റ്റ് ഒക്കെയാണ് വാങ്ങാറ്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, ഇത്രയും വലിയ വിലയുള്ള പേസ്റ്റോ, അതിനെ പറ്റിച്ചതാ, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കാം, എല്ലാരും ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് വാങ്ങുമ്പോ ഞാൻ ഇങ്ങനെ വാങ്ങാതിരിക്കും, അങ്ങനെ വാങ്ങിയതാണെന്നൊക്കെ പറഞ്ഞപ്പോ ഒരാഴ്ച ഞാനൊരു പ്രൊഡക്റ്റ് നമ്മളെല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. എന്തായാലും ഉപയോഗിച്ച ആൾക്കാർക്ക് മനസ്സിലാവും, ആ ഒരു പേസ്റ്റ് ഉപയോഗിക്കുമ്പോ നമുക്ക് രാത്രി ബ്രഷ് ചെയ്താൽ രാവിലെ നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും വായക്ക്. അപ്പൊ ഈ ഒരു മാറ്റമൊക്കെ മനസ്സിലായി. അപ്പൊ മോന് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ഒരാഴ്ചയൊക്കെ ഉപയോഗിച്ചപ്പോ ഈ ഒരു മോണപഴുപ്പിന്റെ പ്രശ്നം വരുന്ന കാണുന്നില്ല. പിന്നെ നമ്മൾ കണ്ടിന്യൂ ആയി ഒരു പേസ്റ്റ് തന്നെയാണ് വീട്ടിൽ ഉപയോഗിക്കാറ്. പക്ഷെ ഇന്ന് ഒരു 7 വർഷമൊക്കെ ആയി. ഞാൻ അന്നൊന്നും ബിസിനസ് ഏറ്റെടുത്തിട്ടില്ല. പക്ഷെ 7 വർഷത്തോളം നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് വരെ ഞാനോ കുട്ടികളോ ഒന്നും പല്ലിന്റെ ഡോക്ടറെ അടുത്തേ പിന്നെ പോവേണ്ടി വന്നിട്ടില്ല. കാരണം അത്രയും ഇടയ്ക്കിടയ്ക്ക് നമ്മള് കുട്ടികൾക്ക് ഈ ഒരു പല്ല് വേദന അല്ലെ റൂട്ട് കനാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ ചാലക്കര എന്ന് പറയുന്ന ഒരു ദന്തൽ കോളേജിന്റെ ക്ലിനിക്ക് അവിടെ പോവായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു ബുദ്ധിമുട്ടിനൊന്നും ഡോക്ടറെ കാണേണ്ടി വന്നിട്ടില്ല. അപ്പം പേസ്റ്റ് നല്ല അടിപൊളിയാണ്, ഉപയോഗിച്ച ആൾക്കാർക്കൊക്കെ അറിയാം.
അങ്ങനെയാണ് പ്രൊഡക്റ്റിൽ ഒരു കോൺഫിഡൻസ് വന്നു. അപ്പൊ എന്നോട് അവരിങ്ങനെ സംസാരിക്കും. നമുക്ക് അന്ന് ഈ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നത് NTC റാങ്കിൽ നിൽക്കുന്ന ഒരു സീലിംഗ് അച്ചീവർ ആയിട്ടുള്ള തലയുടെ സത്യൻ സാറായിരുന്നു അന്ന് ആ ഒരു പ്രോഗ്രാമിൽ പ്രൊഡക്റ്റ് അവയർനെസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, മാഡം ഇതിലൊരു ബിസിനസ് ഉണ്ട്, മാഡത്തിന് കേൾക്കാൻ താല്പര്യമുണ്ടോ? അപ്പൊ ഞാൻ അന്ന് പറഞ്ഞത്, ഞാൻ എന്തായാലും ടൈലർ ഷോപ്പ് നടത്തുവാണ്, ബിസിനസ്സിലൊന്നും എനിക്ക് താല്പര്യമില്ല, എന്തായാലും പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാന്ന് പറഞ്ഞ് ഒഴിവാക്കിയതായിരുന്നു അന്ന്. പക്ഷെ അവരെന്ത് ചെയ്തു, എന്റെ ഹസ്ബൻഡിനെ കണ്ടു, സംസാരിച്ചു. അങ്ങനെ ഞങ്ങളോട് ഒരു പ്രോഗ്രാമിന് എത്താൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഞാനും ഹസ്ബൻഡും വടകരയിൽ വെച്ച് നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോഗ്രാം GTS പ്രോഗ്രാം. നമുക്കറിയാം, ആദ്യമായിട്ട് നമുക്ക് പോകുമ്പോ നമുക്ക് ഈ പ്രോഗ്രാമിൽ കൃത്യമായിട്ടൊന്നും മനസ്സിലാവണമെന്നില്ല. എനിക്കും വലിയ കാര്യമായിട്ട് എന്റെ പ്ലാനോ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല, അത്ര ശ്രദ്ധിച്ചിട്ടില്ല. എന്നാലും ഓരോ ലീഡേഴ്സ് എക്സ്പീരിയൻസ് വന്ന് പറയുന്ന സമയത്ത് മനസ്സിലായി, സാധാരണ വീട്ടമ്മമാര് മുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും അതേപോലെ സാധാരണക്കാരും, അത് സാധാരണക്കാര് മാത്രമല്ല പ്രൊഫഷണലായിട്ട് ഓരോ ജോലിയെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്ന, ഇപ്പം ബാങ്കില് അതുപോലെ കോളേജ് ലെക്ചർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ഒരു ബിസിനസ്സിലൂടെ വലിയ വരുമാനം വാങ്ങിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഏറ്റെടുത്ത് വിജയിക്കാൻ പറ്റുന്ന ഒരു അവസരമാണെന്നൊക്കെ അന്ന് മനസ്സിലായി. എങ്കിലും ബിസിനസ്സിൽ വലിയ താല്പര്യമൊന്നും അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അവരുടെ നിർബന്ധപ്രകാരം ഒരു ഐഡിയ അടിച്ചു. ഹസ്ബൻഡ് ഐഡിയാണ് അടിച്ചത്. കുറച്ച് പ്രോഡക്റ്റ് എടുത്തു, വീട്ടിലേക്ക് ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഹസ്ബൻഡ് ഗൾഫിലേക്ക് കൊണ്ടുപോകാനും കുറച്ച് പ്രൊഡക്റ്റ് എടുത്തു. അത് അവിടെ നിർത്തി. എന്തായാലും പേസ്റ്റ് ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ എന്റെ ടൈലർ ഷോപ്പിൽ തന്നെ പോകാൻ തുടങ്ങി. അങ്ങനെ ഇവര് എന്ത് ചെയ്യും, എന്നെ പരിചയപ്പെടുത്തിയ ലീഡർ ചന്ദ്രേട്ടൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു, 2-3 പ്രോഗ്രാമിനൊക്കെ എന്നെ കൊണ്ടുപോയെങ്കിലും പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയി. അദ്ദേഹം മെല്ലെ ഈ ഒരു ബിസിനസ്സിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരുപാട് പേരെ ഈ ഒരു പുതുക്കൈ എന്ന് പറയുന്ന ഈ ഒരു മലയോര പ്രദേശത്ത് അദ്ദേഹം ഒരുപാട് പേരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാത്തത് കൊണ്ട് തന്നെ കൂടെ വന്നവരും എല്ലാവരും നിർത്തിപ്പോയി എന്നുള്ളതാണ് സത്യം. പക്ഷെ ഞാൻ ഈ ഒരു പ്രോഗ്രാം ഒക്കെ കേട്ട സമയത്ത് എനിക്ക് എന്തോ ഇതിനോട് നല്ലൊരു താല്പര്യം. നമുക്കറിയാം, ഈ ഒരു പ്രോഗ്രാം കേൾക്കുമ്പോൾ നല്ലൊരു മനസ്സിനൊരു ആശ്വാസമാണ് അല്ലെ, നല്ലൊരു പ്രോഗ്രാമാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്റെ കൂടെ അല്ലെ അദ്ദേഹത്തിന്റെ കൂടെ വന്നവരൊക്കെ എന്ത് ചെയ്തു, മെല്ലെ സൈഡായി ബിസിനസ് ഒഴിവാക്കി. കാരണം ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ എന്ത് മേഖലയിലും നമുക്ക് വിജയിക്കണം, അതിനെ കുറിച്ച് അറിവ് വേണം അല്ലെ. ഇന്ന് വിജയിച്ച എല്ലാ ലീഡേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരൊക്കെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആളുകൾ മാത്രമേ ഇന്ന് ഈ ബിസിനസ്സിൽ വിജയിച്ചിട്ടുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബിസിനസ് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ എന്റെ അതിന് മേലെയുള്ള ലീഡേഴ്സ്, അപ്ലൈ ലീഡേഴ്സ് ആയിട്ടുള്ള STC ലീഡർ ഷെജി സർ വെട്ടിപ്പാലം, അതുപോലെ ഇന്ന് NTC റാങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പുഷ്പരാജ് സാറ്, സീലിംഗ് അച്ചീവർ എന്റെ വീടിനടുത്ത് തന്നെയാണ്. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യും, എന്നെ വിളിക്കും. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, കൃത്യമായിട്ട് പ്രോഗ്രാം എല്ലാം അയച്ച് അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, എനിക്കും നല്ലൊരു താല്പര്യം ഈ ഒരു ബിസിനസ് ഏറ്റെടുത്താലോ. അപ്പൊ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു, ഞാനും ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലോ. അപ്പം ഹസ്ബൻഡ് എല്ലാത്തിനും എനിക്ക് സപ്പോർട്ടാണ്. ഓക്കെ, എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഇറങ്ങിക്കോ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ എന്റെ ഒരു ഐഡിയ അടിച്ചു, കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ തുടങ്ങി. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, പേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മോളും ഒരു മോനുമാണ് ഉള്ളത്. മോക്കൊരു സ്കിൻ അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ വന്നൊരു ബുദ്ധിമുട്ടാണ്, ഡ്രൈ സ്കിന്നാണ്. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. കാലിന് വിരലിനൊക്കെ പഴുപ്പ് വരുന്ന ഒരു ബുദ്ധിമുട്ട്, പിന്നെ ചെരുപ്പ് ചവിട്ടാനൊന്നും പറ്റില്ല, ഭയങ്കര വേദനയായിരിക്കും. കാലിന്റെ വിരല് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ഒട്ടിപ്പോവും പഴുപ്പ് വന്നിട്ട്. അപ്പൊ അത്രയും വലിയൊരു വേദന സഹിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ ഹോമിയോ കാണിച്ചിട്ടുണ്ട്, ആയുർവേദം കാണിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇത് കൂടുതലാവും, പുറത്തേക്ക് വരുന്നാന്ന് പറയും. എന്നാൽ പിന്നെ വരില്ല എന്ന് വെച്ചിട്ട് ഒരുപാട് സഹിച്ചിട്ട് മരുന്ന് കൊടുക്കും. പക്ഷെ വീണ്ടും എന്ത് ചെയ്യും, അത് ഉണങ്ങിയാലും വീണ്ടും വരും. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ അലോപ്പതിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. സ്ഥിരമായിട്ട് നമ്മുടെ വടകരയിൽ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ധന്യ പ്രശാന്ത് എന്നാണ് പേര്. അവരെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ കണ്ടിന്യൂ മരുന്ന് കഴിക്കുന്ന ഒരു ബുദ്ധിമുട്ട്. ഇപ്പം നമ്മളൊരു മാസത്തേക്ക് മരുന്ന് തന്നു കഴിഞ്ഞാൽ, ഓയിൽമെന്റും ഗുളികയും ഒക്കെ തന്നു കഴിഞ്ഞാൽ ആ ഒരു മാസം കഴിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ കുറച്ച് ദിവസം അതിന് വരില്ല എന്ന് വിചാരിച്ച് നമ്മളൊന്ന് നിന്ന് നോക്കി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും. അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ വരാൻ കാക്കൂല.
കൃത്യമായിട്ട് എന്ത് ചെയ്യും, മരുന്ന് കഴിക്കും, ഓയിൽമെന്റ് ഉപയോഗിക്കും. അങ്ങനെ ഈ ഒരു പേസ്റ്റിലുള്ള ഒരു റിസൾട്ട്, അതുപോലെ ഓരോ ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ റിസൾട്ട് ഉണ്ടെന്ന് മനസ്സിലായി നമ്മുടെ പ്രൊഡക്റ്റിലൂടെ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മനസ്സിലായി. നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് തുടക്കം വരുന്ന ആളുകൾ വിചാരിക്കും നമ്മൾ ഗുളികയും ഒരു ലിക്വിഡ് ഒക്കെ കാണുന്ന ടോണിക് ഒക്കെ കാണുന്ന സമയത്ത് ഇത് മരുന്നാണെന്നൊക്കെയുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് മനസ്സിലായത് ഇതൊന്നും മരുന്നല്ലെന്നും ഫുഡ് സപ്ലിമെന്റ് ആണെന്നും. നമുക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉള്ള, നമുക്കറിയാം ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആയുർവേദ ഉൽപ്പന്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാറ്റിനൊന്നും കിട്ടാത്ത ഒരു സർട്ടിഫിക്കേഷൻ ആണ് ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നേച്ചുറോപ്പതി ഈ ചികിത്സാ രീതികളെ ഒന്നിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലുള്ള ഒരു മന്ത്രാലയമാണ്. നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റോ അതേപോലെ തന്നെ ആൽക്കഹോൾ സ്റ്റിറോയിഡ് ഇല്ലാത്ത പ്രൊഡക്റ്റുകൾക്ക് മാത്രമേ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടൂ എന്ന് മനസ്സിലായി. അങ്ങനെ കിട്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് അല്ലെ, നമുക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങള്. അതേപോലെ തന്നെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ആണെങ്കിലും RB സർട്ടിഫിക്കേഷൻ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മാർക്കറ്റ് ചെയ്യാനുള്ള ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ എല്ലാ പ്രൊഡക്റ്റും നല്ല ക്വാളിറ്റിയുള്ള റിസൾട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, എന്റെ മോക്കുണ്ടായിരുന്ന ഈ ഒരു പ്രശ്നം, ആ ഒരു അലർജിക്ക് നമ്മളെ ബ്ലഡ് പ്യൂരിഫയർ, ബ്ലഡിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്, നമുക്ക് സ്കിൻ അലർജിക്കൊക്കെ വെരിക്കോസിനൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ബ്ലഡ് പ്യൂരിഫയർ ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മളെ ലക്ഷറി ഗണത്തിൽ വരുന്ന നീം സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ നമ്മുടെ വൗണ്ട് ഹീലിംഗ് അമേസിങ് പ്രൊഡക്റ്റ് ആണ്. നമുക്ക് തീ പൊള്ളി കഴിഞ്ഞാൽ അതുപോലെ ഏത് വലിയ മുറിവും ഉണക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്. ആ ഒരു വൗണ്ട് ഹീലിംഗ് ക്രീം ഉപയോഗിക്കാൻ തുടങ്ങി. അതിന്റെ കൂടെ നമ്മുടെ ഡ്രൈ സ്കിന്നിന് നമ്മുടെ ചാമ്പി തൈലം. പിന്നെ ന്യൂട്രീഷന്റെ അഭാവം കൊണ്ടും ഇങ്ങനെയുള്ള സ്കിൻ പ്രോബ്ലംസ് വരാറുണ്ടെന്ന് പറഞ്ഞപ്പോ ന്യൂട്രീഷൻ ഫുഡ് ആയിട്ടുള്ള നമ്മളെ ന്യൂട്രി ലൈഫ്, അതേപോലെ കവചപ്രാശം, ഇങ്ങനെ കുറച്ച് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് മോക്ക് മാറ്റം വന്നെന്ന് മാത്രമല്ല, ഇന്നിപ്പോ ഒരു 5 വർഷത്തോളായി അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്ന, സ്കൂളൊക്കെ പോകുമ്പോൾ ഞാൻ എടുത്താണ് കൊണ്ടുപോവാറ്. അത്രയും വേദന, നമുക്കറിയാം നമ്മളെ വീട്ടിൽ ഒരു കുട്ടി ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വലിയ കുട്ടിയായിട്ടും കുട്ടീനെ എടുത്തു കൊണ്ടുപോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇത്രയും പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച സമയത്ത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. ഇപ്പൊ 5 വർഷത്തോളായി ആ ഒരു പ്രശ്നമേ വരാറില്ല. ഇപ്പോഴും മോളെന്നോട് പറയും, അമ്മ എന്റെ കാല് നോക്കി, ഇങ്ങനെയാവും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, എത്ര മാറ്റാ വന്നത്. അപ്പൊ അന്നൊക്കെ കാലിനൊക്കെ ഭയങ്കര മുളിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല, നല്ല ഓയിലി സ്കിന്നിലേക്ക് വന്ന് നല്ല റിസൾട്ട് കിട്ടി. അതുപോലെ തന്നെ മുഖമൊക്കെ ഡ്രൈ സ്കിൻ ആയ സമയത്ത് സ്കൂളൊക്കെ പോയി വരുമ്പോ വെയിലൊക്കെ കൊള്ളുന്ന സമയത്ത് മുഖം ചുവന്നിട്ടുണ്ടാവും വരുമ്പോഴത്തേക്ക്. കാരണം ഹസ്ബൻഡ് എപ്പോഴും ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ ഒരുപാട് ക്രീമുകളൊക്കെ കൊണ്ടുവരും. അപ്പം അതുപോലെ ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ ആ സമയത്തെ മുഖത്തൊക്കെ ഉപയോഗിക്കും. കാരണം പൗഡർ ഒന്നും ഇടാൻ പറ്റില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഫെയർനെസ് ക്രീമും ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടി. അങ്ങനെ എനിക്ക് ഭയങ്കര വിശ്വാസം വന്നു ഈ ഒരു ഉൽപ്പന്നത്തിൽ. ആ ഒരു വിശ്വാസം കൊണ്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലീഡേഴ്സ് വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യും, പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യും. ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അന്ന് വിചാരിക്കുന്ന എന്റെ ഒരു ധാരണ, എനിക്ക് വലിയ കഴിവോ കപ്പാസിറ്റിയോ ഒന്നുമില്ല, സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല, പിന്നെ ആളുകളായിട്ട് വലിയ ബന്ധമില്ല, അതുകൊണ്ട് തന്നെ ബിസിനസ് ആയിട്ടൊന്നും എനിക്ക് നടക്കില്ല. എന്നാൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാനും ആളുകൾക്ക് കൊടുക്കാനൊക്കെ പറ്റും. കാരണം ഒരു സാധനം അന്ന് കൊടുത്തോ അല്ലെ റീറ്റെയിൽ ചെയ്തിട്ടൊന്നും ഒരു എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ എന്റെ മോന് കിട്ടിയിട്ടുള്ള ഈ ഒരു റിസൾട്ട് ആണ് ഈ പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്തത് എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വീട്ടിൽ വെക്കേണ്ടതല്ല, ആളുകൾക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷെ നമുക്കറിയാം ഇതിന് പരസ്യങ്ങളൊന്നുമില്ല. ഇതിന്റെ പരസ്യം നടന്നത് വേർഡ് ഓഫ് മൗത്ത് അഡ്വർടൈസ്മെന്റ് ആണ്. നമ്മളുടെ വായ്മൊഴിയായുള്ള പരസ്യം വഴി മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂ, മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എന്നോട് ലീഡേഴ്സ് പറഞ്ഞു നമുക്കൊരു ഹോം ഷോപ്പിൽ വെക്കാന്ന് പറഞ്ഞു. അന്ന് എന്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ ഒരു സ്വർണം പണയം വെച്ച് 50,000 രൂപ ഉണ്ടാക്കി കുറച്ച് പ്രൊഡക്റ്റുകൾ, എന്തായാലും ഉൽപ്പന്നത്തിന് എനിക്ക് വിശ്വാസം ഉണ്ടല്ലോ, അപ്പം കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ലീഡർ വന്നു, വീടിന്റെ അടുത്തുള്ള ആളുകളൊക്കെ വീട്ടിലെത്തി. അദ്ദേഹം ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിച്ചു.
നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ഹോം ഷോപ്പിംഗ്. എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഹോം ഷോപ്പ് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ആണ്. നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് വേണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഇപ്പൊ ഞാൻ തലേ ദിവസം വരെയും ടൈലർ ഷോപ്പിൽ പോയ ഞാന് നമ്മുടെ ഉള്ളിൽ കഴിക്കാനുള്ള ഒരു ക്യാപ്സ്യൂളൊക്കെ ആർക്കും കൊടുത്ത് കഴിയുമ്പോ അവരെന്ത് വിചാരിക്കും, ഓ ഇന്നലെ വരെ ഇവള് ടൈലറിങ് പണി, ഇന്ന് ഏതോ മരുന്ന് തന്ന്. അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യില്ല, അത് കൃത്യമായിട്ട് ഉപയോഗിക്കാനോ വാങ്ങാനോ തയ്യാറാവില്ല. പക്ഷെ ഹോം ഷോപ്പ് എന്ന് പറയുമ്പോൾ നമ്മളല്ല സംസാരിക്കുന്നത്, നമ്മുടെ ലീഡേഴ്സ് ആണ് സംസാരിക്കുന്നത്. അപ്പൊ പുറത്തുനിന്ന് വന്ന ആളുകളൊക്കെ അവര് പറയുന്നത് കേൾക്കാനും വിശ്വസിക്കാനും അവരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അങ്ങനെ ആളുകൾ നമ്മുടെ ലിബാഗീനും അങ്ങനെ പേസ്റ്റ് സോപ്പും ഒക്കെ ഓരോരുത്തർ വാങ്ങി അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അവര് ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ സമയത്ത് മെല്ലെ വീട്ടിലേക്കൊക്കെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വരാൻ തുടങ്ങി. പിന്നെ ബാക്കിയുള്ള പ്രൊഡക്റ്റ് ഞാൻ എന്റെ ടൈലർ ഷോപ്പിൽ വെച്ചു. അവിടെ ഒരുപാട് ലേഡീസ് ഒക്കെയാണ്, ലേഡീസ് ടൈലർ ഷോപ്പാണ്, ലേഡീസും കുട്ടികളൊക്കെ വരും. അങ്ങനെ ഞാനും ഈ ഒരു ഫേസ് വാഷ് ക്രീമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ നല്ലൊരു മാറ്റം വരാൻ തുടങ്ങി. അങ്ങനെ ഷോപ്പിൽ വരുന്ന ആളുകളൊക്കെ എന്നോട് ചോദിക്കും, ഓ ഇപ്പൊ നല്ല മാറ്റം ഉണ്ടല്ലോ, ഫേഷ്യൽ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയില്ല, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട്, നല്ല റിസൾട്ട് ആണ് എന്നൊക്കെ പറയുമ്പം അവരും എന്ത് ചെയ്യും, ഫേസ് വാഷ് പേസ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ക്രീമൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ നമുക്കറിയാം നമ്മളെ പ്രൊഡക്റ്റ് നല്ല റീറ്റെയിൽ ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് അല്ലെ. ആ സമയത്ത് ഒരു പേസ്റ്റ് വിറ്റ് 50 രൂപ, ഹെയർ ഓയില് കൊടുത്തു കഴിഞ്ഞാൽ 115 രൂപ, ഇങ്ങനെയൊക്കെ നല്ല റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്. അങ്ങനെ ഷോപ്പിൽ വരുന്നവരും പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ തുടങ്ങി. ബാക്കിയുള്ള പ്രൊഡക്റ്റ് ഞാൻ എന്ത് ചെയ്യും, ആളുകൾക്ക് കൊടുക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ അടുത്തൊരു ആക്റ്റീവ വണ്ടി ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ രാവിലെ പിന്നെ കടയിലേക്ക് പോകുന്ന സമയത്തും ചില വീടുകളിലേക്ക് കയറി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കും. തിരിച്ചു വരുമ്പോഴും അങ്ങനെ ചെയ്യും. അതേപോലെ തന്നെ ഞായറാഴ്ചകളില് ഷോപ്പ് ഇല്ലാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു, റീറ്റെയിൽ തന്നെ എന്നെ സംബന്ധിച്ചിട്ട് എന്നെ ഈ ഒരു ബിസിനസ് പരിചയപ്പെടുത്തിയ ആളോ ഇവിടെ എൻ്റെ നാട്ടില് അവരുടെ കൂടെ സ്റ്റാർട്ട് ചെയ്ത ആളുകളോ ബിസിനസ്സിലില്ല. പിന്നെ ഞാൻ മാത്രമാണ്, എന്നാ പ്രോഗ്രാമിന് പങ്കെടുത്ത ഞാൻ മാത്രമാണ് ആ ബിസിനസ്സിൽ ഇന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ ടീമിൽ വേറെ ലേഡീസ് ഒന്നുമില്ല, അപ്ലൈ ലീഡേഴ്സ് ആയിട്ട് ഒരു ലേഡീസ് പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സപ്പോർട്ട് എന്ന് പറയാനൊന്നും അന്നേരം എന്തില്ല, ആരും ഉണ്ടായിരുന്നില്ല. കാരണം ഷെജി സാറുണ്ട്, പുഷ്പരാജ് സാറൊന്നും അന്ന് ബിസിനസ് ഫുൾ ടൈം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പാർട്ട് ടൈം ആയിട്ട് ജോലിന്റെ കൂടിയായിരുന്നു ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തില്ല, അധികം സപ്പോർട്ട് വേറെ ലീഡേഴ്സ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ പ്രൊഡക്റ്റിലുള്ള റിസൾട്ടും അതേപോലെ തന്നെ പ്രോഗ്രാം കേൾക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു എനർജി, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ റീറ്റെയിൽ ചെയ്യാൻ ഇറങ്ങി. കുറച്ച് പ്രൊഡക്റ്റ് വണ്ടിയിൽ വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, എല്ലാ വീടുകളിലും കയറി നല്ല പ്രൊഡക്റ്റ് ആണ്, എന്റെ കുട്ടിക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. നല്ല ആദ്യമൊക്കെ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് ആരും ഈ ഒരു ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ റീറ്റെയിൽ ചെയ്തിരുന്ന ശീലം ഉണ്ടാവില്ല. ലേഡീസിനൊക്കെ തിരക്കായിരിക്കും അല്ലെ, രാവിലത്തെ മോർണിംഗ് മീറ്റില് കേൾക്കുന്നുണ്ടെങ്കിൽ ഇരുന്ന് കേൾക്കാൻ ടൈം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ എന്തായാലും ഞാനും എന്ത് ചെയ്തു, നല്ല ശക്തമായിട്ട് തന്നെ ഈ പ്രൊഡക്റ്റിനെ എന്ത് ചെയ്തു സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യമൊക്കെ നമുക്കിപ്പോ ഒരു പേസ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ചിലപ്പോ നമുക്ക് അധികം പറയാൻ പറ്റില്ല, കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു 10 വീടില് നമ്മൾ കയറി ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പേസ്റ്റിനെ കുറിച്ച് 10 പ്രാവശ്യം പറയാണ്. ആ 10 വീട്ടിൽ നിന്ന് വാങ്ങിയിട്ടില്ലെങ്കിലും നമുക്ക് 11ാമത്തെ വീട്ടിലെത്തുമ്പോഴത്തേക്കും നമ്മൾ ആ പേസ്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യും, കൃത്യമായിട്ട് പറയാൻ പഠിക്കും. ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവും. 11ാമത്തെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കും. അപ്പൊ എന്തായാലും നമ്മൾ തുടക്കം പ്രൊഡക്റ്റുകൾ പോകുന്നില്ല എങ്കിൽ ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അത് നമുക്കൊരു എക്സ്പീരിയൻസ്, നമ്മളൊരു ഫീൽഡ് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ കാണാം. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യാൻ തുടങ്ങി. ശക്തമായിട്ട് റീറ്റെയിൽ ചെയ്തു, നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി, പൈസയൊക്കെ മാറ്റി വെച്ചു. പിന്നെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ലീഡേഴ്സ് പറയും, ഗോളുകൾ സെറ്റ് ചെയ്യണം, സ്വപ്നങ്ങൾ. നമുക്കറിയാം, വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഈ ഒരു ബിസിനസ്സിനെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് വിജയിക്കാൻ പറ്റൂ. അങ്ങനെ സ്വപ്നങ്ങളൊക്കെ എഴുതി വെക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ. ചെറിയൊരു മൈൻഡ് സെറ്റാണ്. സാധാരണ വീട്ടമ്മയായിരുന്നു, അതുപോലെ ഒരു മലയോര പ്രദേശത്താണ് ജീവിക്കുന്നത്. വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ മെല്ലെ ബിസിനസ്സിൽ വന്ന സമയത്ത് സ്വപ്നങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ കൂടെ ആദ്യമായിട്ട് ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നത്. അങ്ങനെ 10,000 രൂപയുടെ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചായിരുന്നു എന്റെ തുടക്കം. പിന്നെ
മെല്ലെ മെല്ലെ എന്ത് ചെയ്തു പ്രോഗ്രാമുകൾ. നമുക്കറിയാം നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ പ്രോഗ്രാം ബേസ്ഡ് ബിസിനസ് ആണ് അല്ലെ. കൃത്യമായിട്ട് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണം. അന്നേരം ഈ നമ്മുടെ വീടിന്റെ അടുത്തൊന്നും ഈ പ്രോഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ദൂരെ പോകണം. അങ്ങനെയാണ് താമരശ്ശേരി, കണ്ണൂര്, കോഴിക്കോട് അങ്ങനെ ദൂരെ ആയിരുന്നു അധികം പ്രോഗ്രാം ഉണ്ടാവാറ്. അപ്പൊ അങ്ങനെ നമ്മുടെ GTS പ്രോഗ്രാം, അതുപോലെ FSS ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ്, നമുക്ക് തുടക്കത്തിൽ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കുന്ന ആ ഒരു പ്രോഗ്രാം, പ്രൊഡക്റ്റ് ട്രെയിനിങ്, വൺ ഡേ ട്രെയിനിങ്, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ എന്ത് ചെയ്തു ലീഡേഴ്സ് വിളിക്കുന്ന പ്രോഗ്രാമിനൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ പ്രോഗ്രാം റീറ്റെയിൽ മാത്രമായിട്ടാണ് മുന്നോട്ട് പോയത് തുടക്കത്തില്. അങ്ങനെ ഞാൻ വിചാരിച്ച എന്താ, എനിക്ക് കോണ്ടാക്ട് ഒന്നും കൂടുതൽ ഇല്ലാത്തതുകൊണ്ട് ബിസിനസ് നടക്കില്ല. അപ്പൊ എന്റെ ഏട്ടന്റെ ഒരു സുഹൃത്തിന്, അദ്ദേഹത്തിന് ശ്വാസം മുട്ടലിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർക്ക് മീൻ കച്ചവടമാണ് ജോലി. അപ്പൊ ഡോക്ടറെ കാണിക്കുമ്പോഴൊക്കെ ഡോക്ടർ പറയും മീൻ കച്ചവടം ഒഴിവാക്കണമെന്നാ പറയാ, കയ്യപ്പ് തണുപ്പിലാണല്ലോ ഉണ്ടാവുക. അങ്ങനെ അദ്ദേഹത്തിന് നമ്മുടെ കവചപ്രാശം എന്ന് പറയുന്ന നമ്മൾ ആ ഒരു ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉള്ള ആ ഒരു ലേഹ്യം കൊടുത്തു, അതുപോലെ കഫ്നിൽ കൊടുത്തു. അദ്ദേഹത്തിന് ഈ ഒരു ശ്വാസം മുട്ടൽ നല്ല റിസൾട്ട് കിട്ടി. അങ്ങനെ എന്റെ ഓർഗനൈസേഷൻ 1 അദ്ദേഹത്തിന്റെ ഐഡിയ അടിച്ചുകൊണ്ട് എന്ത് ചെയ്തു, അവര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് കഴിവും കപ്പാസിറ്റിയും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് കൂടുതൽ ആളുകളുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, അതുപോലെ തന്നെ അദ്ദേഹം കച്ചവടക്കാരനാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്ന ആളുകളൊക്കെ പരിചയമുള്ളതുകൊണ്ട് തന്നെ അവരിലൂടെ ഒരുപാട് ഉൽപ്പന്നങ്ങള് എന്ത് ചെയ്തു വാങ്ങി ഉപയോഗിക്കാനും കൊടുക്കാനും ഒക്കെ അദ്ദേഹം തുടങ്ങിയപ്പോ എന്റെ ഓർഗനൈസേഷൻ 1 മെല്ലെ മെല്ലെ പർച്ചേസ് വരാൻ തുടങ്ങി. അതേപോലെ തന്നെ ഒർഗുറ്റൂല് അച്ഛന്റെ അനിയന്റെ മോള് വഴി മെല്ലെ ബിസിനസ് വന്നു. തുടക്കത്തിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ഉണ്ട് അല്ലെ. ബിസിനസ് വിജയിക്കാൻ വേണ്ടിയിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഏതൊരു കഷ്ടപ്പാടിനെയും നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ കഷ്ടപ്പാടൊന്നും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നൂല. അപ്പൊ എനിക്കും എന്ത് ചെയ്തു, ഈ ഒരു ബിസിനസ് ഇഷ്ടം ഉള്ളത് കൊണ്ട് തന്നെ, പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബിസിനസ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ പ്രോഗ്രാമിനൊക്കെ അവരും വരാൻ തുടങ്ങി. അപ്പൊ മെല്ലെ മെല്ലെ ബിസിനസ്സിലേക്ക് ആള് വരാൻ തുടങ്ങി. പക്ഷെ നമുക്കറിയാം തുടക്ക കാലഘട്ടത്തിലൊക്കെ എന്റെ നാട്ടിൽ ബിസിനസ് ഒരുപാട് ആളുകൾ നിർത്തിയത് കൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു. വിളിച്ച ആളുകളൊന്നും ബിസിനസ്സിലേക്ക് വരാറില്ലായിരുന്നു. അവരൊക്കെ നിർത്തി, അവർക്കൊക്കെ പറ്റാത്തതാണോ എനിക്ക് പറ്റുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്തായാലും ഞാന് മനസ്സിലാക്കി എന്തായാലും ബിസിനസ് ഞാൻ വിട്ടുപോകില്ല എന്നുള്ള ഒരു ഇതില് ഞാൻ എന്ത് ചെയ്തു, ഉറച്ച തീരുമാനത്തോടുകൂടെ മുന്നോട്ട് പോയി. നമുക്ക് തുടക്കത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ഒരാളെ കിട്ടണം വേണ്ടി ഇങ്ങനെ ഒരുപാട് ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരാളെ സെറ്റാക്കി അവര് പ്രോഗ്രാമിനൊക്കെ വരാന്ന് സമ്മതിക്കും. നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഈ ഒരു സമയത്ത് വലിയൊരു പ്രശ്നമില്ല. ഇപ്പൊ ആളുകൾക്കൊക്കെ ഇതിന്റെ പ്രൊഡക്റ്റിനെ പറ്റിയും ബിസിനസിനെ കുറിച്ച് കുറെയൊക്കെ മനസ്സിലായി അത്രയും ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു, വരാന്നൊക്കെ പറഞ്ഞൊരു ലേഡി, പിന്നെ ഞാൻ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് എനക്കാണ് ടീമൊന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ പ്രോഗ്രാമിന് പോയ സമയത്ത് അവര് വേറൊരു ടീമിന്റെ കൂടെ, അവരാണ് ഒരുപാട് ടീം, 2 ലെയറിൽ നിറയെ അവരുടെ ടീമാണ്, അവരുടെ കൂടെ വന്നിരുന്ന കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ ഞാൻ അവരെ കണ്ടപ്പോ ഞാൻ പറയുന്നത് നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ, നമ്മൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്. കാരണം അന്ന് എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ അവരെ കണ്ട സമയത്ത് വേഗം എന്ത് ചെയ്തു, ബാത്റൂമിലേക്ക് പോയി. എനിക്ക് ഭയങ്കര സങ്കടം അടക്കി പിടിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ട്, എനിക്ക് ഒരാളെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു ടെൻഷൻ ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, അവര് ഞാന് കുറെ കരിയൊക്കെ ചെയ്ത് ഞാനൊരു തീരുമാനം എടുത്തു. എന്തായാലും എന്റെ കൂടെ ആര് വന്നിട്ടില്ലെങ്കിലും ആര് നിർത്തിപ്പോയാലും ഞാൻ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുക തന്നെ ചെയ്യുന്നുള്ള ഒരു ഉറച്ചൊരു വിശ്വാസത്തോടു കൂടി ഞാൻ എന്ത് ചെയ്തു, ബാത്റൂമിൽ നിന്ന് കണ്ണൊക്കെ തുടച്ച് പുറത്തേക്ക് വന്നു. അതിനുശേഷം അവർക്കൊരു ഷെയ്ക്കാൻ കൊടുത്തു. അപ്പൊ ഞാൻ നോക്കൊക്കെ ചെയ്തു, ചുമച്ചിട്ടാണ് കണ്ണ് ചോദിച്ചു വിചാരിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഷെയ്ക്കാനൊക്കെ കൊടുത്തു. അങ്ങനെ ഒരുപാട് തുടക്കത്തിൽ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചാണ് വന്നത്. പിന്നെ ഈ ഒരു ബിസിനസ് വരുന്നവരെ പുറത്തൊന്നും എനിക്ക് അധികം ആളുകളുമായിട്ട് ബന്ധമില്ല, പുറത്തൊന്നും പോയിട്ട് ശീലം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ റീറ്റെയിൽ ചെയ്യുന്നൊരു കേട്ടിന് എന്നോട് പറയുന്നത്, കൂത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ പെങ്ങളുണ്ട്, അവിടെ ഒരു ലേഡി വന്ന്, എന്റെ പെങ്ങളുണ്ട്, നല്ല ഉഷാറാണ്, അവൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അവൾ ഈ ബിസിനസ് ഏറ്റെടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു, അവരെ നമ്പർ വാങ്ങി, എനിക്ക് മുൻ പരിചയമൊന്നുമില്ല, അങ്ങനെ വിളിച്ചു കോണ്ടാക്ട് ചെയ്തു. കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവാൻ പോലും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വഴി ചോദിച്ചു എന്റെ 2 വീലർ എടുത്ത് കൂത്തുപറമ്പ് എത്തി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ അവരെ പോയി. നമ്മൾ ഈ ഒരു ബിസിനസ് ഒരാളെ കൊണ്ടുവരുമ്പോ നമുക്ക് ഫോളോ അപ്പ് നിർബന്ധമാണ്.
അവർക്ക് ഈ ബിസിനസിനെ കുറിച്ച് കൃത്യമായിട്ട് ചിലപ്പോ മനസ്സിലാകുന്നവര് അവര് ബിസിനസ്സിലേക്ക് ഇറങ്ങില്ല. അപ്പൊ അവരെ എന്ത് ചെയ്യാൻ നിരന്തരം ഫോളോ അപ്പ് ചെയ്യാം. അങ്ങനെ അവര് ഫോളോ അപ്പ് ചെയ്ത് അവര് കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് അവിടെ ഒരു ഹോം ഷോപ്പിംഗ് ഒക്കെ നടന്നു. അവരുടെ കൂടെ അവരുടെ ഫ്രണ്ട് വന്നു. അപ്പൊ ഇതിനൊക്കെ ഒരു എഫേർട്ട് അന്നേരം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് അവരെ ഫ്രണ്ട് വന്നു. അവരും ഒരു ഹോം ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അപ്പൊ അവർക്ക് എന്ത് ചെയ്തു, ഒരു മോന് വലിയൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നു. നട്ടലിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് അവര് ഒരു വർഷത്തോളം മോന് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു അവര് മെല്ലെ ബാക്കോട്ട് പോയി. അതേപോലെ തന്നെ അവരുടെ കൂടെ വന്ന ലേഡിക്കും അവരുടെ അച്ഛന് ക്യാൻസറിന്റെ ബുദ്ധിമുട്ടുണ്ട്. അവര് എന്ത് ചെയ്തു, അങ്ങനെയൊക്കെ എന്ത് ചെയ്തു, ആ ഒരു ടീമിനെ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടും ആ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഒരു കൂത്തുറ വൺ ഡേ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കോണ്ടാക്റ്റിലുള്ള ഒരു ആള് വന്നു. അവരുടെ കൂടെ ചെറുപ്പക്കാരനാണ്. അവരുടെ കൂടെ 2-3 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്താ കയ്യിൽ നിന്ന് പൈസ കൊടുത്താലൊന്നും കുഴപ്പമില്ല, അവരിങ്ങനെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചു. അവരെ നമ്മുടെ കൈ നമ്മള് ഫീസൊക്കെ കൊടുത്ത് എന്ത് ചെയ്തു, അവരെ അറ്റൻഡ് ചെയ്യിച്ചു. പക്ഷെ അവർക്ക് അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുക്കാത്തതുകൊണ്ട് തന്നെ ഇതിനെ വലിയ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അത് സീരിയസ് ആയിട്ട് എടുക്കൂല. അപ്പൊ അവരെന്ത് ചെയ്തു, അവര് ടീ ബ്രേക്ക് ആയ സമയത്ത് ഇവര് 3 പേരും എന്ത് ചെയ്തു, പുറത്തേക്ക് പോയി. പിന്നെ അവരെ കാണുന്നില്ല. അപ്പൊ എനിക്ക് പിന്നെയും സങ്കടമായി. പക്ഷെ അന്നൊക്കെ സാധനങ്ങൾ സഹിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ തിരിച്ചു വരാൻ എന്റെ കയ്യില് പൈസ പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, തുടക്കാണല്ലോ. അപ്പൊ ഭക്ഷണത്തിനൊക്കെ ഭയങ്കര വിശപ്പ്. അപ്പൊ പൈസ ഇല്ല. അപ്പൊ ഞാൻ വരുന്ന വഴിയിൽ ഒരു അമ്പലമുണ്ട്, അന്നദാനം നടക്കുന്നുണ്ട്. പക്ഷെ അന്നേരം കേറാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. നമുക്കറിയാത്ത സ്ഥലയിലെ അറിയാത്ത ആളുകളല്ലേ. എന്നാലും ഞാൻ എന്ത് ചെയ്തു, അമ്പലം പാസ് ചെയ്ത് പോയി. പിന്നെയും വിശപ്പൊക്കെ ഉണ്ടല്ലോ. 10 രൂപയെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. തിരിച്ച് എന്ത് ചെയ്തു, വന്നു അമ്പലത്തിൽ കയറി 10 രൂപ ഭണ്ഡാരത്തിലിട്ട് ഒരുപാട് കരഞ്ഞു. അത് അത്രയും ഒരുപാട് സങ്കടങ്ങളായിരുന്നു. ഈ ബിസിനസ് വിട്ടു പോവാനും പറ്റില്ല, വിജയിക്കണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റി, ആളുകൾ വരുന്നില്ല. അപ്പൊ അന്ന് ഒരുപാട് അമ്പലത്തിൽ എന്റെ സങ്കടം കാണുന്നില്ലേ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അന്നെടുത്ത ആ ഒരു എഫേർട്ടിനൊക്കെ ആയിരിക്കും എന്ന് ഞാൻ എന്ത് ചെയ്തത്, RTC എന്ന് പറഞ്ഞ റാങ്കിൽ എത്തിയത്. അപ്പൊ അങ്ങനെ ഞാൻ പറയുന്നത്, തുടക്കത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ തരണം ചെയ്യാം. നമുക്കറിയാം ദൈവത്തിന്റെ കയ്യൊപ്പ് പറഞ്ഞിട്ടുള്ള ഒരു അവസരമാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ അല്ലെ. നമുക്ക് ഒരു പേരും അഡ്രസ്സും നമ്മുടെ ഡീറ്റെയിലും കൊടുക്കുമ്പോൾ നമുക്കൊരു 10 ID നമ്പറാണ് നമ്മുടെ കമ്പനി നമുക്ക് തരുന്നത്. നമുക്ക് 100-ലധികം ഉൽപ്പന്നങ്ങള് വിലക്കുറവില് വാങ്ങി 45%, 10% മുതൽ 45% വരെ വിലക്കുറവിൽ വാങ്ങി ഉപയോഗിക്കാനും, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് കൊടുക്കാനും, ഏരിയ ലിമിറ്റോ ടൈം ലിമിറ്റോ ടാർഗറ്റോ ക്വാളിഫിക്കേഷനോ ഒന്നും ചോദിക്കാതെ കിട്ടുന്ന ഒരു ബിസിനസ് അല്ലെ. അപ്പൊ ആ ഒരു ബിസിനസ് നമ്മൾ പെട്ടെന്ന് അങ്ങ് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാല്യൂ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാ, കുറച്ചൊക്കെ തുടക്കത്തിൽ കഷ്ടപ്പാടുണ്ടാവും. ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞുള്ള ഒരു അവസരം എന്നാണ് നമ്മൾ പറയാറ്. അപ്പൊ ആ ഒരു അവസരത്തിൽ ദൈവം ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ സാധാരണ ഒരു ജോലിക്ക് പോകുന്ന പോലെ 1000 രൂപയ്ക്കോ അല്ലെങ്കിൽ മാസത്തിൽ 20,000 50,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു സംഭവത്തിലല്ല നമ്മൾ എത്തിയത്. നമുക്ക് ലക്ഷങ്ങളും കോടികളൊക്കെ, അതും പാസീവ് ഇൻകം വാങ്ങിക്കാനും, അതുപോലെ നമ്മൾ ഇല്ലെങ്കിലും 3 തലമുറ നോമിനേഷൻ കൈമാറ്റാൻ പറ്റുന്ന വലിയൊരു അവസരത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പക്ഷെ തുടക്കക്കാർക്ക് നമുക്ക് അതിന്റെ വാല്യൂ ഒന്നും തുടക്കം മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കിട്ടേച്ച് പോകാൻ എളുപ്പമാണ്. കാരണം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലല്ലോ അല്ലെ. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, നഷ്ടസാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇട്ടേച്ച് പോവാൻ എളുപ്പമാണ്. പക്ഷെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് ഇവിടെ ഉള്ളത് അല്ലെ. ഒരുപാട് പിന്നെ എന്താ പറയുന്നത്, നമുക്ക് സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. ഒരുപാട് അംഗീകാരങ്ങളും നമുക്ക് ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തുടക്കത്തിൽ അതിന്റെ വാല്യൂ മനസ്സിലാക്കി നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാം. നമുക്ക് പഠിക്കാനുള്ള ഒരു കാലയളവാണ്. നമുക്ക് ടീം ചിലപ്പോൾ വരാൻ ലേറ്റ് ആകുന്നില്ല, പഠിക്കാനുള്ള ഒരു കാലയളവാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പഠിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറയുന്ന ആളുകളൊക്കെ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞ ഓർഗനൈസേഷൻ വണ്ണിലും ജോലിയും ഒരുപാട് ആളുകൾ വന്ന് അവര് ബിസിനസ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവരെന്തെങ്കിലും സംശയം ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. നമ്മളെ കൂടെ 2 പേര് വന്ന 2 പേരുടെ ലീഡർ നമ്മളാണ്. അപ്പൊ നമ്മളോട് സംശയങ്ങൾ ചോദിച്ചാൽ നമുക്ക് ക്ലിയർ ആക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക, പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പം മെല്ലെ ആളുകൾ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യാം. നമ്മൾ എല്ലാം ചെയ്യണം എന്ന് പറയുന്നില്ല. നമുക്ക് ആളുകൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുമോ, റീറ്റെയിൽ ചെയ്യാൻ പറ്റുമോ, അത് റീറ്റെയിൽ ചെയ്യാം. നമുക്ക് റിക്രൂട്ട്മെന്റ് ആണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ ടീമൊക്കെ സെറ്റ് ആവും. അങ്ങനെ ടീം വന്നു. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, ചെറിയ ചെറിയ വരുമാനങ്ങൾ വരാൻ തുടങ്ങി. കൂടെ വന്നവർക്ക് വരുമാനം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അവരുടെ കൂടെ പോയ സമയത്ത്
എനിക്കും വരുമാനം കിട്ടാൻ തുടങ്ങി. അങ്ങനെ ചെറിയ 1000, 2000 ഒക്കെ വരുമാനം കിട്ടാൻ തുടങ്ങിയ സമയത്ത് നല്ല ശക്തമായി ഏറ്റെടുത്തു. അപ്പൊ പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു തിരിച്ചറിവുണ്ടായത്, നമ്മൾ നിലവിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന കാലത്തോളം നമുക്ക് ആ ലിമിറ്റ് വരുമാനം മാത്രമേ നമുക്ക് കിട്ടൂ. എന്നാൽ നമ്മൾക്ക് ഒരു ടീം വർക്ക് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കൂ, ജീവിതം രക്ഷപ്പെടൂ എന്നൊക്കെ മനസ്സിലായ സമയത്ത് എനിക്കും ഒരു തിരിച്ചറിവുണ്ടായി. ഞാൻ ടൈലറിംഗ് ആണ് ചെയ്യുന്നത്. ഒരു 10, 40, 45 വയസ്സൊക്കെ ആകുമ്പോൾ കണ്ണിന്റെ കാഴ്ചയൊക്കെ കുറയാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ആ ഒരു ജോലി ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമുക്ക് ഇത്രയും വർഷം ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ജോലി നിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനവും നമുക്ക് ഉണ്ടാവില്ല അല്ലെ. ആ ഇത്രയും വർഷം ജോലി ചെയ്തതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു വരുമാനം വീട്ടിലിരിക്കുമ്പോൾ കിട്ടുന്നില്ല. പക്ഷെ ഈ ഒരു ബിസിനസ് ഒരു 3, 4 വർഷം നല്ല കമ്മിറ്റ്മെന്റോട് കൂടെ ഏറ്റെടുക്കുവാണെങ്കിൽ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാനും എന്ത് ചെയ്യാം, നമുക്ക് പാസീവ് ഇൻകം, നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും വരുമാനം കിട്ടുന്ന ഒരു അവസരമാണെന്നുള്ള തിരിച്ചറിവുണ്ടായി. ടൈലർ ഷോപ്പ് ഒഴിവാക്കി പൂർണ്ണമായിട്ട് ഫുൾ ടൈം ആയിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ശക്തമായ പ്രവർത്തനത്തിലൂടെ ടീം വരാൻ തുടങ്ങിയപ്പോ ഗോളുകളൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ വീട്ടില് വരുന്ന സമയത്ത് എപ്പോഴും ലീഡേഴ്സിനെ വിളിക്കും വർക്ക് പറയാനൊക്കെ. അപ്പം ഒരു ദിവസം ലീഡർ പറഞ്ഞു, എനിക്ക് ടൈം ഇല്ല മേഡം, ഒന്ന് പോയി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യില്ല, ബിസിനസ് പറയാനൊന്നും അറിയില്ല, ഞാൻ വിളിച്ച ആളുകൾ വരില്ല എന്നൊക്കെ ഉള്ളൊരു സംശയമായിരുന്നു. പക്ഷെ അന്ന് ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്തു, ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ലീഡേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പ്രൊഡക്റ്റ് പറയാനും ഒക്കെ ചെയ്യാൻ തുടങ്ങിയ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു ബിസിനസ്സിൽ. അപ്പൊ എനിക്ക് അതിനൊരു കോൺഫിഡൻസ് ആയി. അപ്പൊ എനിക്ക് പറ്റും, ഇതിനൊക്കെ എനിക്ക് സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. കാരണം കൃത്യമായിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതിന്റെ മാറ്റങ്ങളാണ് ഇതൊക്കെ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ എന്റെ അപ്ലൈൻ ലീഡേഴ്സിനെ ബുദ്ധിമുട്ടിക്കാറില്ല. ഞാൻ തന്നെ എന്റെ കൂടെ വന്നവരുടെ വർക്കുകളൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങി. വൈകുന്നേരം, രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്കൊക്കെ ചെയ്യും. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ജോലി ഉണ്ടാവും, അലക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഒരു വാഷിംഗ് മെഷീൻ കൂടെ സെറ്റ് ചെയ്തു. അങ്ങനെ അതിനു വേണ്ടി വർക്ക് ചെയ്തപ്പോ ആ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു. അങ്ങനെ ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്തു. മോക്കൊരു സ്വർണത്തിന്റെ ചെയിന് വാങ്ങിച്ചു കൊടുക്കാനും കൈ ചെയിന് വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ പറ്റി. പിന്നെ ഇപ്പം നല്ല ശക്തമായിട്ട് ടീം വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് STC, അതുപോലെ തന്നെ RTCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ലീഡേഴ്സ്, ZTC അതുപോലെ DTC ഒക്കെ ലീഡേഴ്സ് ഏറ്റെടുക്കാൻ തുടങ്ങി. കേൾക്കുന്നില്ലേ? അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ശക്തമായി ഏറ്റെടുത്തു. കൂടെ വന്നവരെ കൂടെ പിറപ്പിനെ പോലെ കാണാൻ തുടങ്ങിയപ്പോ അവരും ശക്തമായി ഏറ്റെടുത്ത് നല്ലൊരു ടീം ബിൽഡായി. നമുക്ക് തുടക്കത്തിൽ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, വൃത്തിക്ക് ചെയ്താൽ മാത്രം മതി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാ, ഈ ഒരു ബിസിനസ് വിശ്വസിക്കുക. നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റൂ. അപ്പൊ അങ്ങനെ ശക്തമായി ബിസിനസ് ഇന്നിപ്പം പുതുക്കൈ എന്ന് പറയുന്ന ഈ ഒരു മലയോര പ്രദേശത്ത് തുടങ്ങിയ ബിസിനസ് ആണെങ്കിൽ ഇന്ന് ആളുകൾ വഴി നമ്മളെ ISO സർട്ടിഫിക്കേഷൻ ഒരു പ്ലാനാണ് നമ്മളെ പ്ലാൻ അല്ലെ. നമ്മളെ ഐഡിക്ക് താഴെ ആര് വന്ന് ID അടിച്ച് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിസിനസ് ആയിട്ട് വരും. അങ്ങനെ കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മലപ്പുറത്തൊക്കെ ഇന്ന് ടീം വരാൻ തുടങ്ങിയിട്ടുണ്ട് ശക്തമായി. ഇന്ന് പാലക്കാടൊക്കെ ശക്തമായ ടീമുണ്ട്. അതേപോലെ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് ഇപ്പം ജമ്മു കാശ്മീരൊക്കെ വരാൻ തുടങ്ങി. കാരണം നമ്മൾ ഒറ്റയ്ക്കുള്ളൊരു വർക്കല്ല, ഇവിടെ ഒരു ടീം വർക്കാണ്. തുടക്കത്തില് ആളുകൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ കൊണ്ടുവരുന്ന ആളുകളെല്ലാം എന്റെ കൂടെയുള്ള പവർഫുൾ ടീമാണ് എന്ത് ചെയ്യുന്നത്, പുതിയ ടീമിനെ എത്തിക്കുന്നത്. നമുക്ക് ഈ ഒരു കിട്ടിയ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് നമ്മൾ എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു അവസരം നമുക്കുണ്ട്. ഇപ്പം പുതിയ ആളുകൾക്കൊക്കെ അവസരം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, എന്റെ മോക്ക് ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞ സമയത്ത് അവക്കൊരു 2 വീലർ വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വലിയൊരു സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ചെറിയൊരു 10,000 രൂപയുടെ ഫോണിലൂടെയാണ് ഞാൻ അച്ചീവ്മെന്റ്സ് തുടങ്ങിയെങ്കിൽ ഇന്ന് ഐഫോൺ ഉപയോഗിക്കാനും മോൻ ഐഫോൺ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ സാധിച്ചു. ഇപ്പൊ മോള് ഡിഗ്രി കഴിഞ്ഞു, കാറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മോളും ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം അപ്കമിങ് ടീങ്കോൺ റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ മോന്റെയും ID അടിച്ചു. മോനും നമുക്ക് ഫാമിലിക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന, നമ്മളെ മക്കൾക്ക് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഈ ഫാമിലി ബിസിനസ് ആയിട്ട് എല്ലാരും എന്ത് ചെയ്യാ കൊണ്ടുപോവാ. ഇപ്പൊ എന്ത് ചെയ്യുന്നോന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ ആയിരുന്നു എനിക്ക് 2 വീലർ ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ ആ 2 വീലർ എന്റെ ലൈസൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് 4 വീലറിന്റെ കൂടെ ലൈസൻസ് എടുക്കാൻ വേണ്ടി അവര് അങ്ങനെ പറയുമല്ലോ, നമുക്ക് അന്ന് പൈസ കുറവായിരിക്കും രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കുന്ന സമയത്ത്. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരിക്കലും ഞാൻ എന്ത് ചെയ്യാ 4 വീലർ വാങ്ങിക്കില്ല. കാരണം എന്റെ ഹസ്ബൻഡും ഡ്രൈവ് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ
അന്ന് ഞാൻ എന്ത് ചെയ്തില്ല, 4-വീലറിന്റെ ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ വന്ന സമയത്ത് എനിക്ക് മനസ്സിലായി നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, മടി കൂടാതെ നമ്മളെ ഇഷ്ടപ്പെട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, സ്വപ്നങ്ങൾ വലുതാവാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു 4-വീലർ വാങ്ങിക്കാനൊക്കെ ഉള്ളൊരു എന്ത് ചെയ്യാ ആഗ്രഹം വരാൻ തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ STC റാങ്കിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു കഴിഞ്ഞ കൊറോണ സമയത്ത്, സെലറിയ വണ്ടിയാണ് ഞാൻ എഴുതി വെച്ചതെങ്കിലും കൊറോണ സമയത്ത് ഞാൻ 7 ലക്ഷം വില വരുന്ന ടാറ്റയുടെ ടിയാഗോ എന്ന് പറയുന്ന വണ്ടി എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. അതാണ്, നമ്മൾ കൊറോണ സമയത്ത് ആർക്കും വരുമാനം ഇല്ലാത്ത സമയത്ത് നമുക്കൊരു കാറൊക്കെ എടുക്കാൻ നമുക്ക് സാധിച്ചത് എന്താണ്, ഈ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഇന്ത്യയിൽ നമ്പർ 1 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ഒരു ബിസിനസ്സിൽ വന്നോണ്ട് മാത്രമാണ്. അപ്പൊ എന്ത് ചെയ്തു, ഒരു കാറ് സ്വന്തമാക്കാൻ സാധിച്ചു. ഡ്രൈവിംഗ് പഠിച്ചു, ലൈസൻസ് എടുത്തു. അന്ന് ഡ്രൈവിംഗ് പഠിക്കുമ്പോഴും ഭയങ്കര ഇതായിരുന്നു അല്ലെ. തുടക്കം നമ്മളൊരു കാര്യം ചെയ്യുമ്പോ നമുക്ക് പറ്റില്ല എന്നുള്ളൊരു ഇതുണ്ടാവും നമുക്ക്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താ, എനിക്ക് ഡ്രൈവ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ അത് ദിവസവും എന്ത് ചെയ്തു, അത് നമ്മള് നമുക്ക് എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് അതിന്റെ സ്കില്ല് വരുന്നത് അല്ലെ. പക്ഷെ ഇന്ന് എനിക്കത് പറഞ്ഞ പോലെ എന്ത് ചെയ്തു, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. ഇന്ന് പല ജില്ലകളിലും, ഞാൻ നേരത്തെ പറഞ്ഞു, പല ജില്ലകളിലും കോഴിക്കോടും കണ്ണൂരും വയനാടും മലപ്പുറത്തും അതുപോലെ തന്നെ മൈസൂരും ഒക്കെ എന്ത് ചെയ്യുന്നു, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നു. അങ്ങനെയാണ് എന്റെ ടീമിൽ ഒരു നഫീസ ടീച്ചർ ഉണ്ട്. ടീച്ചർ മേഖലയിൽ നിന്നാണ് ഈ ബിസിനസ്സിൽ വരുന്നത്. തൈറോയിഡിന്റെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ തൈകൾക്കും 95 ഉപയോഗിച്ച സമയത്ത് 4 മാസം കൊണ്ട് തൈറോയ്ഡ് നന്നായിട്ട് മാറിയ റിസൾട്ട് വന്നു. അവരെന്ത് ചെയ്തു, ടീച്ചർ ജോലി വരെ ഒഴിവാക്കി ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ തുടങ്ങി. ഹോം മീറ്റിങ്ങുകൾക്ക് പ്രാധാന്യം കൊടുക്കുക, ഹോം ഷോപ്പിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, ഫോളോ അപ്പിന് പ്രാധാന്യം കൊടുക്കുക, അതുപോലെ പുതിയ പുതിയ ലിസ്റ്റ് മേക്ക് ചെയ്യുക. നമുക്ക് നമ്മളെ ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ ഫാമിലിയെ, നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ ലിസ്റ്റ് ചെയ്യുക. അവര് ബിസിനസ്സിൽ വരുവോ ഇല്ലയോ, അല്ലെ അവർ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല. ചിലപ്പോൾ നമ്മൾ ചില ആളുകളെ കാണുമ്പോൾ അവരൊന്നും ചെയ്യില്ല എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ആളുകളൊന്നും അല്ല ഈ ബിസിനസ്സിൽ ഏറ്റെടുക്കാൻ പോകുന്നത്. ചിലപ്പോൾ അവര് ഒന്നും ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും ബിസിനസ് ഏറ്റെടുക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, എന്നെ ഈ ബിസിനസ്സിലേക്ക് അവരുടെ ലിസ്റ്റിലുള്ള ഒരാളല്ല ഞാൻ. അവര് എന്നെ വെറുതെ കണ്ട സമയത്ത് എന്ത് ചെയ്തതാണ്, ഒന്ന് വരാൻ വേണ്ടി പറഞ്ഞതാണ്. അവര് പിന്നെ എന്നോട് പറയാറുണ്ട്, ഒരിക്കലും ശ്രീജ ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ജസ്റ്റ് അവര് വിചാരിച്ച എന്താ, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കട്ടെ, ആ ഒരു ലെവലിലാണ് അവരെന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ലിസ്റ്റില് പെട്ട ഒരാളല്ല ഞാന്. പക്ഷെ അന്ന് അദ്ദേഹം എന്നെക്കാളും കഴിവും കപ്പാസിറ്റി ഉള്ള ഒരുപാട് ആളുകളെ അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവരും എന്നെക്കാളും വലിയ കഴിവുള്ള ആളാണ്. പക്ഷെ നമുക്ക് കഴിവും കപ്പാസിറ്റി ഒന്നും മാത്രമല്ല, ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ നമുക്ക് എന്താ, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം വേണം. കാരണം കോടികളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ഒരു 3-4 വർഷം കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇന്ന് നമുക്ക് ഒരാഴ്ച നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല, കൃത്യമായിട്ട് വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു അവസരമാണ് നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇവിടെ പ്രായം എത്രയാണെന്നോ അല്ലെങ്കിൽ പിന്നെ ആണാണോ പെണ്ണാണോ എന്നുള്ള ഒരു വ്യത്യാസവും നമുക്കിവിടെ ഇല്ല. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഒരു തുല്യ പരിഗണന, 12% മാച്ചിങ്ങിന്റെ 12% എല്ലാ ആഴ്ചയും നമുക്ക് അക്കൗണ്ടിലേക്ക് വരുമാനം വരും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഇതിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, ഗോളുകൾ സെറ്റ് ചെയ്യുക, വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. ആ സ്വപ്നങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ദൈവം മനസ്സിലാക്കും, ഇവരുടെ അക്കൗണ്ടിലേക്ക് 2,10,000 ഒക്കെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവും കപ്പാസിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ വരുമാനങ്ങളൊക്കെ വരും. അപ്പൊ എന്ത് ചെയ്യാ, ഇപ്പോഴും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും നമ്മൾ കാര്യാക്കണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, കൃത്യമായിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക, പഠിക്കുക, മനസ്സിലാക്കുക. ഈ കാര്യം മാത്രമല്ല, നമ്മൾ ഇവിടെ വലിയ കാര്യം ചെയ്യണ്ട. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഠിക്കുക, കൂടെ വന്നവരെ പഠിപ്പിക്കുക, അവരെ പഠിപ്പിക്കാൻ വേണ്ടിയും പഠിപ്പിച്ചു കൊടുക്കുക അല്ലെ. അത് മാത്രം 3 കാര്യം. നമ്മൾ പഠിക്കുക, കൂടെ വന്നവരെ പഠിപ്പിക്കുക. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് അവരെ കൊണ്ടുകൂടെ ചെയ്യിക്കുക. നമ്മൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ടോ അത് അവരെയും കൂടി അറ്റൻഡ് ചെയ്യിപ്പിക്കുക. ഇത്ര മാത്രമൊക്കെയാണ് ചെയ്യണ്ടു. പിന്നെ കൃത്യമായിട്ട് നമ്മൾ ഒരു മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ, കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വേണം. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ കൃത്യമായി പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, റീറ്റെയിൽ ചെയ്യുക, ആളുകൾക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുക. അതിന്റെ കൂടെ എന്ത് ചെയ്യാം, അവർക്ക് ഈ ഒരു അവസരം, നമ്മുടെ ലീഡേഴ്സിനെയും കൂട്ടിപ്പോയി ഇതിന്റെ അവസരം മനസ്സിലാക്കി കൊടുക്കുക, റിക്രൂട്ട്മെന്റ് നടത്തുക. അതുപോലെ എന്ത് ചെയ്യുക, റീപർച്ചേസ് ചെയ്യുക. വീണ്ടും വീണ്ടും പ്രൊഡക്റ്റ് തീരുന്നതിനനുസരിച്ച് റീപർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എന്ത് ചെയ്യണം, റീറ്റെയിൽ അല്ലെ, നമ്മള് എന്താണോ ഈ ബിസിനസ്സിൽ വന്ന് ചെയ്തത് അത് കൂടെ വന്നവരെ കൂടെ ചെയ്യിക്കുക. അവരും എന്ത് ചെയ്യും, ഈ ബിസിനസ്സിൽ നിലനിൽക്കും.
അത് എന്ത് ചെയ്യാം, ആ ലെവലിലേക്ക് നമ്മൾ ശക്തമായിട്ട് ബിസിനസ്സിനെ ഏറ്റെടുക്കുക. സ്വപ്നങ്ങൾ ലിസ്റ്റ് എഴുതി വെക്കുക. സ്വപ്നങ്ങൾ എന്തൊക്കെ ഉണ്ട് അതൊക്കെ എഴുതി വെക്കുക. ശക്തമായിട്ട് പ്രവർത്തിക്കുക. എന്തായാലും ഈ ഒരു ബിസിനസ്സിൽ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തട്ടെ. വലിയ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ.